ചെറുപ്പ കാലഘട്ടത്തിൽ ഒരു കുട്ടി സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. ആ കഥ ഉള്ളതാണെന്നും ഇല്ലാത്തതാണെന്നും പറയപ്പെടുന്നു, പക്ഷേ കൂടുതലും ഉള്ളതാണെന്നാണ് ഹിസ്റ്ററി. ഏതായിരുന്നാലും ശരി, ആ കുട്ടി പുറത്താക്കപ്പെടുന്നു. പുറത്താക്കിയ കുട്ടിയുടെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയക്കുന്നു. ആ കത്ത് വായിച്ചിട്ട് അമ്മ കരയുന്നു. എഴുത്തും വായനയും അറിയാത്ത കുട്ടി ചോദിക്കുകയാണ്, അമ്മേ ഇതിലെന്താണ് എഴുതിയിട്ടുള്ളത് എന്ന്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് അമ്മ പറയുന്നത്, നീ വളരെ ഇന്റലിജന്റ് ആണ്, നീ വൈസ് ബോയ് ആണ്, അതുകൊണ്ട് തന്നെ നിന്നെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല മോനെ, നീ അവർ പഠിപ്പിക്കുന്നതിനും അപ്പുറത്താണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കുട്ടിയെ പഠിപ്പിക്കാൻ കഴിയില്ല, ഞങ്ങളെക്കാളും ഉന്നതമായ കലാലയങ്ങളിലേക്ക്, ടീച്ചേഴ്സിന്റെ അരികിലേക്ക് നിങ്ങൾ ഇവനെ കൊണ്ടുപോയിക്കോളൂ എന്നാണ് മോനെ ഇതിൽ എഴുതിയിട്ടുള്ളത്. അന്ന് അമ്മയെ കെട്ടിപ്പിടിച്ച സന്തോഷത്തോടെ എഡിസൺ എന്ന് പറയുന്ന ഈ സായിപ്പ് കുട്ടിയുണ്ടല്ലോ, അന്നവൻ കളിക്കളത്തേക്ക് പോയതാണ്. കാലങ്ങൾക്ക് ശേഷം എഡിസൺ എന്ന സായിപ്പ് ക്യാമറയ്ക്ക് വേണ്ടി ഇതാ നമ്മുടെ മുമ്പിൽ. ക്യാമറ ഇപ്പോഴും അതിനു വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്തു. അതിനേക്കാൾ വലിയ കോൺട്രിബ്യൂഷൻ ലൈറ്റിലെ ഫിലമെന്റ് എന്ന് പറയുന്നതിന് കൊടുത്തു. ബൾബിന്റെ ഫിലമെന്റ് കണ്ടെത്തി. ലോകത്തിലെ നമ്പർ 1 ആറായി മാറിയപ്പോ, ശാസ്ത്രജ്ഞരുടെ ആദ്യത്തെ 10 പേരിൽ ഒരാളായി തിട്ടപ്പെടുത്തിയപ്പോ, അമ്മ മരിച്ചതിന് ശേഷം അമ്മയുടെ ശേഷക്രിയകളെല്ലാം കഴിഞ്ഞ് നാളുകൾക്ക് ശേഷം അമ്മയുടെ ബോക്സ് തുറന്നു നോക്കുമ്പോ അതിലൊരു കീറിക്കഴിഞ്ഞ ഒരു കത്ത് കിടപ്പുണ്ടായിരുന്നു. അന്ന് ടീച്ചർ കൊടുത്തുവിട്ട കത്ത്, അന്ന് സ്കൂളിലെ മേധാവി കൊടുത്തുവിട്ട കത്ത്. ആ കത്തൊന്നും കൂടി വായിക്കാൻ ഈ ടീച്ചർ അയച്ചിട്ടാണല്ലോ ഞാൻ ഇത്രമാത്രം ഉയർന്നു പോയത്, ഈ ടീച്ചർ എഴുതിയത് കൊണ്ടല്ലേ എനിക്ക് ഇൻസ്പിരേഷൻ ഉണ്ടായത് എന്ന് വിചാരിച്ച് ആ കത്ത് തുറന്നു നോക്കിയപ്പോ അന്നും എഡിസൺ ഒന്ന് കരഞ്ഞിട്ടുണ്ട്. ലോക പ്രശസ്തനായ എഡിസൺ. എന്തിനാണെന്നറിയോ? അതിലെഴുതിയിട്ടുള്ളത്, നിങ്ങളുടെ കുട്ടി മെന്റലി ഡിസേബിൾഡ് ആണ്, നിങ്ങളുടെ കുട്ടി ഒന്നിനും പറ്റാത്ത മണ്ടനാണ്, ഈ കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റിയ സ്കൂളല്ല ഇത്, എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർത്തുകൊള്ളൂ എന്ന് കാർക്കശത്തിന്റെ ഭാഷയിൽ എഴുതിയ കത്തിനെ നിമിഷ നേരം കൊണ്ട് കരയുന്നതിന്റെ വക്കിൽ പോലും തന്റെ മകന് ഫീൽ ചെയ്യരുത് എന്ന ഭാവത്താൽ തന്റെ മകന്റെ മുമ്പിൽ മറ്റൊരു രീതിയിൽ ട്രാൻസ്ലേഷൻ നടത്തിക്കൊണ്ട് എഴുത്തും വായനയും അറിയാത്ത കുട്ടിയെ പിടിച്ചു കുലുക്കാതെ സങ്കടപ്പെടുത്താതെ ഉത്തേജനത്തോടെ കൊണ്ടുവന്ന മാതാവിന്റെ പേരാണ് എഡിസന്റെ മാതാവ് എന്ന്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എഡിസന്റെ മാതാവിനെ പോലെ ഏത് ടീച്ചർ നമ്മളെ കുട്ടിയെ